ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർബിൾ ഹോംസിലൂടെ നിങ്ങൾ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ നമ്മളെ കാക്കനാട് ഇൻഫോ പാർക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇൻഫോ പാർക്ക് അതുപോലെ തന്നെ നമ്മുടെ കളക്ടറേറ്റ് ഇവിടെ നിന്നൊക്കെ വെറും 8 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്കിത് ഏകദേശം കളമശ്ശേരി മെഡിക്കൽ കോളേജിന്റെ ബാക്ക് സൈഡ് ആയിട്ട് വരും. കളമശ്ശേരി മെഡിക്കൽ കോളേജിന്റെ ബാക്ക് സൈഡ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. അതുപോലെ നമുക്ക് ഇൻഫോ പാർക്കിലേക്കും കാക്കനാട് ഭാഗങ്ങളിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ 8 കിലോമീറ്ററുമാണ് ഈ ഒരു ഭാഗത്തു നിന്നുള്ള ദൂരം വരുന്നത്. അപ്പൊ നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് എത്താനുള്ള ആക്സസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ലുലു മാൾ എടപ്പള്ളി സൈഡിലേക്കൊക്കെ പോകണമെങ്കിലും ഇതുപോലെ തന്നെ 8 കിലോമീറ്റർ ദൂരം മാത്രമാണ് വരുന്നത്. അതുപോലെ തന്നെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് ഇവിടെ നിന്നും 19 കിലോമീറ്റേഴ്സ് ആണ് ദൂരം വരുന്നത്. അപ്പൊ നമുക്ക് ഏകദേശം എല്ലായിടത്തേക്കും വളരെ എളുപ്പത്തിൽ തന്നെ എത്താവുന്ന ഒരു സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലായി. അപ്പൊ ഇത് ആക്ച്വലി ഒരു വില്ലയാണ്. ഒരു വില്ല ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഗേറ്റഡ് വില്ലയല്ല, പക്ഷെ ഇവിടെ എല്ലാം നിറയെ അടുപ്പിച്ച് നിറയെ വീടുകളുള്ള ഒരു ഏരിയയിൽ തന്നെയാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ കാണുന്ന വീടിന്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് സൈഡിലേക്കാണ്. വെസ്റ്റ് സൈഡാണ് ഈ കാണുന്ന വീട് ഫേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, നിറയെ വില്ലകളുള്ള ഒരു ഏരിയയിലാണ് ഈ കാണുന്ന ഒരു വീടും സ്ഥിതി ചെയ്യുന്നത്. അത്യാവശ്യം ഒരു 5 സെന്റിലും കുറച്ചും കൂടെ കൂടുതൽ വരുന്ന ലാൻഡ് അളവിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. എനിക്കറിയാം നിങ്ങളെല്ലാവരും പ്രിഫർ ചെയ്യുന്നത് മിനിമം ഒരു 5 സെന്റെങ്കിലും വേണം എന്നുള്ള ഒരു ഇതിലാണ് സാധാരണ നമുക്ക് കോളുകൾ വരുന്നത്. അപ്പൊ എന്തായാലും നിങ്ങളുടെ ആ ഒരു പ്രതീക്ഷ തീർച്ചയായിട്ടും കറക്റ്റ് തന്നെ നമ്മൾ 5 സെന്റിലുള്ള ഒരു വീടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ കാണുന്ന വില്ല, അതായത് നമുക്ക് ഈ കാണുന്ന ഈ ഒരു വില്ല ഗ്രൂപ്പ് സ്ഥിതി ചെയ്യുന്നത് മെയിൻ റോഡിൽ നിന്ന്, അതായത് ബസ് റൂട്ടിൽ നിന്നൊക്കെ നമുക്ക് ഒരു 400 മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാണാം ഈ വില്ലയിലേക്ക് വരുന്ന റോഡ് ഇതുപോലെ നല്ല നീറ്റ് ആയിട്ടുള്ള ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാം നിറയെ വില്ലകളാണ് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അടുപ്പിച്ച് നിറയെ വില്ലകളല്ല, അത്യാവശ്യം ഗ്യാപ്പ് ഇട്ടിട്ടും സ്പേസ് ഇട്ടിട്ടും ഒക്കെയാണ് ഈ കാണുന്ന വില്ലകൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങ് താഴേക്കും ഒരുപാട് വില്ലകൾ നമുക്ക് കാണാം. പല പ്രൈസ് കാറ്റഗറികളിലുള്ള വീടുകളാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് കുറച്ചും കൂടെ ലാൻഡ് അളവ് 5 സെന്റിലും കൂടുതൽ വേണം, സ്ക്വയർ ഫീറ്റ് കൂടുതൽ വേണം, അങ്ങനെയുള്ളവർക്കാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വില്ലകളും ഈ കാണുന്ന വില്ല പ്രൊജക്ടിനകത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഈ വീട് നിങ്ങൾ കണ്ടു. പുറത്തു നിന്നുള്ള എലിവേഷനൊക്കെ ഏകദേശം നിങ്ങൾ കണ്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു എലിവേഷനാണ് കൊടുത്തിരിക്കുന്നത്. ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ വർക്കുകൾ വരുന്നുണ്ട്, ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്. വീട് കംപ്ലീറ്റ് ആയിട്ട് തന്നെ നമുക്കറിയാം നല്ല രീതിയിൽ ആവശ്യത്തിന് മാത്രമുള്ള LED ലൈറ്റുകളൊക്കെ ഇട്ട് ഭംഗിയാക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു വില്ല, പർട്ടിക്കുലർ വില്ലയുടെ നമുക്ക് മതിലിൽ നിന്ന് തന്നെയൊക്കെ തുടങ്ങാം. മതിൽ നിങ്ങൾക്ക് കാണാം 2 ഭാഗത്തുള്ള മെയിൻ പില്ലറുകൾ വന്നിട്ട് കുറച്ച് ഭംഗിയുള്ളൊരു ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ട് മുകളിലൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെയുള്ള 2 ലൈറ്റുമാണ് ചെയ്തിരിക്കുന്നത്. ഗേറ്റ് വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സ്ലൈഡ് ചെയ്ത് അങ്ങോട്ട് നീക്കി വെച്ചിരിക്കുകയാണ്. ഗേറ്റിന്റെ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് വരുന്നത് ഇതേ മോഡൽ തന്നെയാണ്. ആ ഒരു ഭാഗത്തും കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഗേറ്റ് പോകുന്നത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് തുറന്നു വയ്ക്കാവുന്ന രീതിയിലും അവിടെ സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലുമാണ് ഗേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഗേറ്റ് തുറന്ന് നേരെ വീടിന്റെ കാർ പോർച്ചിന്റെ ആ ഒരു ഭാഗത്തേക്കൊക്കെയാണ് വരുന്നത്. ഇവിടെയുള്ള സറൗണ്ടിങ് ഏരിയസ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നല്ല ഭംഗിയായിട്ടുള്ള ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്കൊക്കെ ചെറിയ രീതിയിൽ ഒരു ഗ്രാസ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ഈ ഒരു ഏരിയ അവർ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വീടിന്റെ കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ചിലാണ്. നമുക്ക് ഈ വീടിന്റെ കാർ പോർച്ചിലും കവേർഡ് കാർ പോർച്ചിലും ഓപ്പൺ സ്പേസും ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം 2 വലിയ കാറുകൾക്ക് നന്നായിട്ട് തന്നെ കൺജഷൻ കൂടാതെ വലിയ 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് നമുക്ക് ഈ ഒരു വീട്ടിൽ കിട്ടുന്നത്. ഇവിടെ ഒരു കവേർഡ് പോർച്ച് കൊണ്ട് പുറത്തൊക്കെ ധാരാളം ഓപ്പൺ സ്പേസ് ഉണ്ട്. എത്ര വേണമെങ്കിലും നമുക്ക് 2 വീലറും കാര്യങ്ങളൊക്കെ വയ്ക്കാനായിട്ട് നല്ല രീതിയിൽ തന്നെയാണ് സ്പേസ് കിട്ടുന്നത്. വീടിന് നമുക്ക് ആദ്യം തന്നെ കയറുമ്പോഴുള്ള ലെഫ്റ്റ് സൈഡിലെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം.
നമ്മൾ വീടിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഈ ഭാഗത്തൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു നല്ല രീതിയിൽ തന്നെ ടെക്സ്ചർ വർക്കുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. 5 സെന്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു വീടിന്റെ ഒരു എടുത്തു പറയത്തക്ക ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് വീടിന് ചുറ്റിനും ധാരാളം സ്ഥലം കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്കൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം നല്ല രീതിയിൽ തന്നെ നല്ല സ്പേസ് നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട്. ആ ഒരു ടൈലിന്റെ പോർഷൻ കഴിഞ്ഞാൽ ബാക്കി ഇങ്ങോട്ട് വരുന്നിടത്തെല്ലാം തന്നെ ബേബി മെറ്റലാണ് ഭംഗിയായിട്ട് വിരിച്ചിരിക്കുന്നത്. ചെടി നടണമെങ്കിലോ നമുക്ക് നല്ലൊരു ഗാർഡൻ ചെയ്യണമെങ്കിലോ ഒക്കെ നല്ലൊരു സ്പേസ് ആണ് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് കിട്ടുന്നത്. ഇവിടുത്തെ കിണറിന്റെ വലിപ്പം കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം വലിയൊരു ആഴത്തിലുള്ള ഒരു വലിയ കിണർ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കുമ്പോൾ തന്നെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് നമുക്ക് വെള്ളത്തിന്റെ അളവ് ഏറ്റവും കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നത്. നോക്കുമ്പോൾ തന്നെ അധികം താഴെ അല്ലാതെ നമുക്ക് വാട്ടർ ലെവൽ ഇവിടെ കാണാവുന്നതാണ്. അപ്പൊ ഇവിടത്തേക്കുള്ള ഡ്രിങ്കിങ് വാട്ടറിന്റെ സോഴ്സ് എന്ന് പറയുന്നത് നല്ലൊരു വലിയ കിണറുണ്ട്. അതുകൂടാതെ നമുക്ക് KWയുടെ വാട്ടറും കൂടിയാണ് മറ്റൊരു ഓപ്ഷനായിട്ട് ഉള്ളത്. നമ്മൾ വീടിന്റെ ലെഫ്റ്റ് സൈഡ് കണ്ടു. റൈറ്റ് സൈഡിൽ നോക്കുവാണെങ്കിലും ഇതുപോലെ തന്നെയാണ്. അത്യാവശ്യം നമുക്ക് ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഒരു ഏരിയ കഴിഞ്ഞാൽ ബാക്കി അങ്ങോട്ടേക്ക് ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. വീടിന്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ചേർന്ന് എൻഡ് ചെയ്യുന്ന ബാക്ക് സൈഡിൽ വർക്ക് ഏരിയ ആണ്. അപ്പോൾ നമുക്കിനി വീടിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. കാർ പോർഷൻ്റെ മെയിൻ 2 പില്ലറുകൾ നിങ്ങൾ കണ്ടു. ഹാഫ് പോർഷനോളം ക്ലാഡിംഗ് സ്റ്റോൺസ് ചെയ്തിട്ടാണ് അത് ഭംഗിയാക്കിയിരിക്കുന്നത്. ഈ ഒരു കാർ പോർച്ചിൻ്റെ ഏരിയയും അതുപോലെ തന്നെ നമ്മളുടെ സിറ്റ് ഔട്ടിൻ്റെ ഏരിയയൊക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം അത്യാവശ്യത്തിനുള്ള LED ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടാണ് ഇതിൻ്റെയൊക്കെ റൂഫ് അവർ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഒരു 5 സെൻറ്റ് സ്ഥലം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു സ്പേസ് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. നിൽക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ സിറ്റ് ഔട്ടിലാണ്. ഇവിടെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. 3-4 ചെയറൊക്കെ നിരത്തി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈവനിങ് ടൈമിലൊക്കെ ഇരുന്നാൽ ഇപ്പം തന്നെ കാണാം ഇവിടെ നിൽക്കുമ്പോൾ നല്ല കാറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഏരിയയിൽ തന്നെയാണ് ഈ കാണുന്ന വില്ലകൾ സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് വീടിൻ്റെ മെയിൻ ഡോറ്. അത്യാവശ്യം ഭംഗിയുള്ള ഡിസൈനിലൊക്കെ കൊടുത്തിട്ടാണ് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. ഒറ്റ പാളിയായിട്ടാണ് ഡോർ ചെയ്തിരിക്കുന്നത്. നല്ല വീതിയുള്ള കട്ടിളപ്പടിയാണ് ഡോറിന് വേണ്ടിയിട്ട് അവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡോറ് തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ലിവിങ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം നല്ല വലിയ സ്പേസാണ് ലിവിങ് ഏരിയയ്ക്കായിട്ട് നമുക്ക് കിട്ടുന്നത്. കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാം ഈ ഭാഗത്തായിട്ടൊരു സിംഗിൾ വിൻഡോ ചെയ്തിട്ടുണ്ട്. ഇവിടെ ബാക്കിയുള്ള 3 വിൻഡോസുമാണ് ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അതിനോട് ചേർന്ന് തന്നെ ഇവിടെയും വീണ്ടും ഒരു സിംഗിൾ വിൻഡോ വരുന്നുണ്ട്. ധാരാളം വിൻഡോകൾ കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അറിയാം നല്ല രീതിയിൽ വെളിച്ചം ഫീൽ ചെയ്യുന്നുണ്ട്, കാറ്റും നമുക്ക് കിട്ടുന്നുണ്ട്. TV യൂണിറ്റ് വരുന്നത് ആ ഒരു ഭാഗത്തായിട്ടാണ്. അതിൻ്റെ ബാക്ക് സൈഡ് അതിരിക്കുന്ന ആ ഒരു കംപ്ലീറ്റ് വോൾ അവർ ഫുള്ളായിട്ട് തന്നെ ഒരു കോപ്പർ കളറിലുള്ള ടെക്സ്ചർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. TV യൂണിറ്റിനോട് അനുബന്ധമായിട്ട് വരുന്ന ബാക്കി ഏരിയകളിലെല്ലാം തന്നെ ഒരുപാട് ഷെൽഫ് ഫെസിലിറ്റികളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്യാവുന്നതും ക്ലോസ് ചെയ്യാവുന്നതുമായ ഡോറൊക്കെ വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഭംഗിയുള്ള 1-2 റെഡിമെയ്ഡ് പ്ലാൻസ് കൂടി അവരവിടെ ചെയ്തിട്ടുണ്ട്. നല്ല ലെങ്തി ആയിട്ടുള്ളതും വിഡ്ത്ത് ആയിട്ടുള്ളതുമായ ലിവിങ് ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് TV കാണാനൊക്കെ നല്ല ഡിസ്റ്റൻസ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു TV യൂണിറ്റ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം നല്ല രീതിയിൽ തന്നെയുള്ള വർക്കുകളൊക്കെയാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. ധാരാളം LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടാണ് ആ ഒരു റൂഫ് ഭംഗിയാക്കിയിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ്ങിലേക്ക് വരുന്ന എൻട്രൻസ് തന്നെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം നല്ല ഹെവി ആയിട്ടുള്ള വുഡൻ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ 3 ലൈറ്റുകളും കൂടിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇവിടെ നിൽക്കുന്ന ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്കറിയാം അവിടെ നിന്ന് വരുമ്പോൾ ഈ സൈഡിലായിട്ടാണ് ഡൈനിങ് സ്പേസ് വരുന്നത്. ഈ ഭാഗത്തു നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൂടാതെ നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട്. ഈ കാണുന്ന വീട് 4 ബെഡ്റൂമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് 2 എണ്ണം താഴെയാണ് വരുന്നത്. ഇങ്ങനെയാണ് ഡോറിൻ്റെ പാറ്റേൺ വരുന്നത്. വൈറ്റ് കളർ പെയിൻ്റാണ് ഡോറിന് കൊടുത്തിരിക്കുന്നത്. ഒരുപാടൊന്നും വലുതല്ല, എന്നാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ചുറ്റിനും നിങ്ങൾക്ക് നോക്കിയാൽ കാണാം സിംഗിൾ വിൻഡോസ് ആയിട്ടും 3 വിൻഡോസ് ആയിട്ടൊക്കെ ഒരുപാട് ഓപ്പണിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കോർണർ ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് വന്നിരിക്കുന്നത്. സെയിം ആ ഒരു വുഡിൻ്റെ കളർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സെൻറ്ററിലായിട്ടൊരു മിറർ വരുന്നുണ്ട്. അതിനോട് അറ്റാച്ച് ചെയ്ത് ചെറിയൊരു ഡ്രസ്സിംഗ് ടേബിളും കൂടെ ചെയ്തിട്ടാണ് ഈ ഒരു വാർഡ്രോബിൻ്റെ ഏരിയ അവർ ഭംഗിയാക്കിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഡോറിൻ്റെ പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ്. ഒരു പടി താഴേക്ക് ഇറങ്ങുന്ന രീതിയിൽ വെള്ളം പുറത്തേക്ക് വരാത്ത രീതിയിൽ വളരെ സേഫ് ആയിട്ടാണ് ഈ കാണുന്ന ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളറിലുള്ള കോമ്പിനേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹിൻഡ് വെയറിൻ്റെയാണ് ഫിറ്റിങ്സ് എല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം സിമ്പിൾ ആയിട്ടുള്ളതും എലഗൻ്റ് ആയിട്ടുള്ളതുമായ വർക്കുകളൊക്കെ തന്നെയാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. LED ലൈറ്റുകളും അവർ ചുറ്റിനുവിട്ട് ഭംഗിയാക്കിയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്.
അപ്പോൾ നമ്മൾ കയറി വന്നു കഴിഞ്ഞിട്ട് ലിവിങ്ങിനോട് അടുത്തുള്ള ഈ ഒരു ബെഡ്റൂം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടുത്തെ ഡൈനിങ് സ്പേസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ആ ഭാഗത്തുള്ള ബെഡ്റൂം കണ്ടു. വീണ്ടും നമ്മൾ ഈ ഒരു ഡൈനിങ് സ്പേസിലാണ് വന്ന് നിൽക്കുന്നത്. അത്യാവശ്യം ഒരു 7 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വലിയ സ്പേസ് തന്നെയാണ് നമുക്ക് ഡൈനിങ് ഏരിയയിൽ കിട്ടുന്നത്. മുകളിലേക്ക് പോകാനുള്ള ഈ ഒരു സ്റ്റെയർ കേസ് നിങ്ങൾക്ക് കാണാം. അതിന്റെ താഴെ ഭാഗത്തായിട്ട് നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഈ ഒരു താഴെ വരുന്ന ഭാഗത്തും നല്ല ഭംഗിയായിട്ടുള്ള വുഡൻ വർക്കുകളൊക്കെ ചെയ്ത് ചെറിയ ചെറിയ ഓപ്പൺ ഷെൽഫുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം അവർ കംപ്ലീറ്റ് ആയിട്ട് ഡോർ വെച്ച് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഇവിടെയാണ് ഇൻവെർട്ടേഴ്സും കാര്യങ്ങളൊക്കെ വയ്ക്കാനുള്ള സ്പേസ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചണിലേക്ക് പോകാനുള്ള എൻട്രൻസ് വരുന്നത്. ആ ഒരു എൻട്രൻസ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, വളരെ ഹെവി ആയിട്ടുള്ള വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് തന്നെയായിട്ട് നമുക്ക് ക്രോക്കറി ഷെൽഫ് കിട്ടുന്നുണ്ട്. ഒരുപാട് ഓപ്പണിങ്സ് വരുന്ന രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ക്രോക്കറി ഷെൽഫ് ചെയ്തിരിക്കുന്നത്. നമുക്കിങ്ങനെ സ്ലൈഡ് ചെയ്യാവുന്ന ഡ്രോസ് ആയിട്ടും ഓപ്പൺ ചെയ്യാവുന്നതും ഒക്കെ ആയിട്ട് ഒരുപാട് കബോർഡ് ഫെസിലിറ്റികളാണ് ഈ ഒരു ഭാഗത്ത് അവർ ചെയ്തിരിക്കുന്നത്. ഇതിനിടയിലെല്ലാം തന്നെ ഓപ്പൺ സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. അതിനിടയിലൊക്കെ തന്നെ LED ലൈറ്റുകൾ ഇട്ടിട്ടാണ് ഭംഗിയാക്കിയിരിക്കുന്നത്. ഇവിടുത്തെ വാഷ് ബേസിൻ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ജാഗ്വാറിന്റെയാണ് ഈ ഒരു വാഷ് ബേസിന്റെ ഫിറ്റിംഗ്സ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ബാക്ക് സൈഡ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, സെപ്പറേറ്റ് ഒരു പോർഷനിലായിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. ക്ലാഡിംഗ് സ്റ്റോൺസ് ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ വുഡൻ ബാക്ക്ഗ്രൗണ്ട് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പീസ് വരുന്നത് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ താഴെയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ ഓപ്പണിങ്സ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കിച്ചണിലോട്ട് പോകുന്നതിന് മുമ്പ്, കിച്ചൺ നിങ്ങൾക്ക് അറിയാം ഈ ഒരു ഭാഗത്തായിട്ടാണ്. അതിനു മുമ്പ് നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. താഴത്തെ ഫ്ലോറിലുള്ള 2ാമത്തെ ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഡോറുകളെല്ലാം തന്നെ സെയിം പാറ്റേൺ ആണ്. നേരത്തെ കണ്ട റൂമിനേക്കാളും കുറച്ചുകൂടെ നല്ല വലുപ്പത്തിലാണ് ഈ കാണുന്ന ഒരു ബെഡ്റൂം അവർ ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. ഇവിടെ 2 സിംഗിൾ വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ കബോർഡ് വരുന്നത് ഈ ഒരു കോർണർ ഭാഗത്തായിട്ടാണ്. നേരത്തെ കണ്ട കബോർഡിന്റെ സെയിം പാറ്റേൺ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. വിത്ത് മിററോട് കൂടിയിട്ടാണ് അവരത് ചെയ്തിരിക്കുന്നത്. മുകളിലെ റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം, അത്യാവശ്യത്തിനുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ട് LED ലൈറ്റുകളൊക്കെ ഇട്ടിട്ട് തന്നെയാണ് റൂഫ് ഭംഗിയാക്കിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിലേക്ക് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഈ ഒരു നമ്മൾ നേരത്തെ കണ്ട ഒരു സെയിം കളർ കോമ്പിനേഷൻ തന്നെയാണ് ഇവിടെയും വരുന്നത്. വൈറ്റ് ആൻഡ് ഗ്രേ കളറാണ് ടൈലുകളുടെയൊക്കെ കളർ കോമ്പിനേഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിലുള്ള 2ാമത്തെ ബെഡ്റൂമും കണ്ടു. ഇത് നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ കിച്ചൺ ആണ്. കിച്ചൺ ഒരു ഓപ്പൺ കിച്ചൺ മോഡലാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു സൈഡ് ഞാൻ ഓൾറെഡി പറഞ്ഞു, നിറയെ ക്രോക്കറി ഷെൽഫുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണെങ്കിലും ഇതുപോലെ ഒരുപാട് ഓപ്പണിങ്സ് വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിലേക്ക് വരുമ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കിച്ചണാണ്. നമ്മൾ അപ്പുറത്തെ സൈഡിൽ കുറച്ച് ഓപ്പണിങ്സ് കണ്ടതുപോലെ ഇതിനകത്ത് വരുന്ന സൈഡിൽ നമുക്ക് ഈ ഒരു ഭാഗത്താണെന്നുണ്ടെങ്കിലും കുറച്ച് കബോർഡ് ഫെസിലിറ്റികളൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നല്ല ലെങ്ത് ആയിട്ടുള്ള കിച്ചണാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഒരു 4-5 പേർക്കൊക്കെ നിന്ന് മാനേജ് ചെയ്യാവുന്ന ഒരു സ്പേസ് ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. കിച്ചന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, വൈറ്റ് കളറാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ കിച്ചൺ ക്യാബിനറ്റ്സ് എല്ലാം തന്നെ വന്നിട്ട് വൈറ്റ് ആൻഡ് ഗ്രേ കളറാണ് കോമ്പിനേഷൻ കളർ ഉപയോഗിച്ചിരിക്കുന്നത്. മുകളിലും താഴെയൊക്കെ ആയിട്ട് 2 ലെയർ 3 ലെയറാണ് ടോട്ടൽ വരുന്നത്. ഒരുപാട് സ്റ്റോറേജ് ഫെസിലിറ്റി കൊടുത്തിട്ടാണ് ഈ ഒരു കിച്ചൺ അവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ 2 ഭാഗത്തായിട്ട് 2 ജനാലകൾ കൊടുത്തിട്ടാണ് അവർ ഓപ്പണിംഗ് പോസിബിൾ ആക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ടോപ്പ് എല്ലാം വന്നിട്ട് ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ്. നമുക്ക് ഒരുപാട് സ്പേസ് ഇവിടെ നിന്ന് വർക്ക് ചെയ്യാനായിട്ട് കിട്ടുന്നുണ്ട്. കാരണം നല്ല ലെങ്തി ആയിട്ടാണ് ഇവിടുത്തെ കിച്ചണിലെ സ്ലാബുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് സിങ്ക് വിത്ത് 2 പൈപ്പ് കണക്ഷൻസ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ റൂഫ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, നല്ല രീതിയിൽ തന്നെ കിച്ചണിലാണെങ്കിൽ പോലും റൂഫിൽ വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് ഈ ഒരു ഏരിയ അവർ ഭംഗിയാക്കിയിരിക്കുന്നത്. കിച്ചണിനോട് തന്നെ അടുത്ത് കടപിടിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ഒരു വർക്ക് ഏരിയ സ്പേസും അവർ ചെയ്തിരിക്കുന്നത്. നമുക്ക് കിച്ചണിനേക്കാളും ഒക്കെ നല്ല സ്പേസ് കിട്ടുന്ന രീതിയിലുള്ള നല്ലൊരു വർക്ക് സ്പേസ് ആണ് നമുക്ക് ഈ ഒരു വർക്ക് ഏരിയയിൽ കിട്ടുന്നത്. കിച്ചണിന്റെ സെയിം ഫെസിലിറ്റിയോട് കൂടി തന്നെ ഇവിടെയാണെന്നുണ്ടെങ്കിലും ഒരുപാട് കബോർഡുകൾ നിങ്ങൾക്ക് കാണാം. അതുകൂടാതെ നല്ല ഈ ഒരു ടോപ്പൊക്കെ നല്ല ഇതായിട്ട് നല്ല സേഫ് ആയിട്ട് തന്നെ അവർ ഗ്രാനൈറ്റ് ഒക്കെ ഇട്ടിട്ടാണ് അതിനകത്ത് ആ ഒരു സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. മുകളിലൊക്കെ റൂഫും സൈഡിലൊക്കെ കവർ ചെയ്തിട്ടാണ് ഫുള്ള് റൂഫിംഗ് എല്ലാം ചെയ്തിരിക്കുന്നത്. 2 സൈഡിലായിട്ടാണ് 2 ഡോറുകൾ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ 2 എൻട്രൻസ് വഴിയും ഇറങ്ങിയാൽ വീടിന്റെ നേരെ ഫ്രണ്ടിലോട്ട് പോകാവുന്നതാണ്.
ഇനി നമുക്ക് മുകളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. മുകളിലേക്ക് പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് കാണാം നമ്മൾ ഈ സ്റ്റെപ്സ് എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഹാൻഡ് റെയിൽസ് എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് പോന്നിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ബാറുകൾ ഇട്ടിട്ട് നല്ല സേഫ് ആയിട്ടാണ് ഫുള്ളായിട്ട് കവർ ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ നടന്നു പോകുന്ന വഴികളിലെല്ലാം പിന്നെ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇതുപോലുള്ള കുറച്ച് വുഡിന്റെ ഡിസൈനുകൾ, കുറച്ച് ഓപ്പൺ ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഭംഗിയായിട്ടുള്ള കുറച്ച് ക്യൂട്ട് ലൈറ്റുകൾ, ഷോ ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ കയറി പോകുന്ന ഈ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഒരുപാട് ഓപ്പണിങ്സ് കൊടുത്തിട്ടുണ്ട്. പെർഗോള മോഡല് നിറയെ ഗ്ലാസ്സുകളൊക്കെ ഇട്ട് ഫുള്ളായിട്ട് സേഫ് ആയിട്ടാണ് അവർ ആ പെർഗോള മോഡലിലുള്ള ഓപ്പണിങ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലത്തെ ഈ ഒരു ഫ്ലോറിലേക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം വളരെ വിശാലമായിട്ടുള്ള ഒരു വലിയ സ്പേസ് തന്നെയാണ് ഇവിടെ ഇങ്ങനെ അങ്ങ് നീണ്ടു നിവർന്ന് കിടക്കുന്നത്. നമുക്ക് ഈ ഒരു ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു എൻഡിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റത്തെ എൻഡിൽ പോയി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എത്രമാത്രം സ്പേസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത് എന്നുള്ളത് മനസ്സിലാക്കും. ഒരു വലിയ ഹാളാണ്. സ്റ്റെപ്പ് കയറി വരുന്ന അവിടെ തുടങ്ങി ഞാൻ നിൽക്കുന്ന എൻഡ് വരെ വളരെ ലെങ്തി ആയിട്ടുള്ളൊരു ഹാളാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഹാളിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നിറയെ ഭംഗിയുള്ള വർക്കുകൾ എന്ന് വെച്ചാൽ നമുക്ക് ഒട്ടും ആർഭാടമായിട്ട് തോന്നില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ളതും എലഗൻ്റ് ആയിട്ടുള്ളതുമായ ടൈപ്പ് ഓഫ് വർക്കുകളാണ് റൂഫിൽ അവർ ചെയ്തിരിക്കുന്നത്. അതിനിടയിലെല്ലാം അത്യാവശ്യത്തിന് മാത്രമുള്ള LED വർക്കുകളുമാണ്, ലൈറ്റുകളും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് നമുക്ക് നേരെ വന്നു കഴിയുമ്പോഴേക്കും ലെഫ്റ്റ് സൈഡിൽ തന്നെ ആദ്യം ഒരു ഡോറ് കാണാം. നമുക്ക് അത് തന്നെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ വരുന്നത്. ഈ ഒരു യൂട്ടിലിറ്റി സ്പേസിലേക്ക് വരുന്ന സമയത്ത് ഇത് നല്ലൊരു റൂമിനോട് ശരിക്കും ഒരു റൂം തന്നെയാണ് നമുക്ക് ഇതെന്ന് പറയാം. ബിക്കോസ് ഇത് അവർ കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ടെമ്പററി ആയിട്ടുള്ള ഒരു വർക്കൊന്നും അല്ല, ഫുള്ളായിട്ട് കോൺക്രീറ്റ് ചെയ്ത് ഒരു റൂം പോലെ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പോയിന്റും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ഇവിടെ ഓപ്പണിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു ഗ്ലാസ് ഇട്ട് കവർ ചെയ്യുകയാണെങ്കിൽ ഇതൊരു സേഫ് ആയ ഒരു റൂമായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്ന് നിങ്ങൾക്കൊരു ഡോറ് കാണാം. ഈ ഒരു ഡോറ് തുറന്ന് നമ്മൾ നേരെ മുകളിലേക്ക് ചെല്ലുന്നത് ടെറസിലേക്കാണ്. ടെറസ് ഓപ്പൺ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും തന്നെ കാണിക്കുന്നില്ല. ഈ ഒരു റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിന് തൊട്ടടുത്ത് തന്നെ നമുക്ക് മറ്റൊരു ഡോറ് കാണാം. അത് ഇവിടുത്തെ മുകളിലത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂം. ടോട്ടൽ നോക്കുവാണെങ്കിൽ ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂമാണ്. ഈ ഒരു റൂമിലോട്ട് നമ്മൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം നല്ല ലെങ്ത് ആയിട്ടുള്ളൊരു സ്പേസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഒരുപാട് ലെങ്തി ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം അവർ ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ ആയിട്ട് സിംഗിൾ വിൻഡോസും ഇവിടെ 3 വിൻഡോസും ആയിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഒരു വാർഡ്രോബ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ഒരു കോർണർ ഭാഗത്തായിട്ട് നല്ല വലിയൊരു വാർഡ്രോബ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സെയിം താഴെ കണ്ട അതേ പാറ്റേണിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടുത്തെ റൂഫിലോട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം ഒരുപാട് വർക്കുകളൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ടൈലുകളുടെ കോമ്പിനേഷനൊക്കെ സെയിം കളർ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ബെഡ്റൂം കഴിഞ്ഞു നമ്മൾ വീണ്ടും തിരിച്ച് ഈ ഒരു ഹാളിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വലിയൊരു വർക്ക് സ്റ്റേഷൻ ടേബിൾ അവർ ചെയ്തിട്ടിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് റീഡിംഗ് പർപ്പസിനോ കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കണമെങ്കിലും റീഡ് ചെയ്യണമെങ്കിലും ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യണമെങ്കിലും ഒക്കെ നല്ലൊരു സ്പേസ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു റെഡിമെയ്ഡ് ടേബിൾ കൂടി അവർ ചെയ്തിട്ടിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടുത്തെ ഫൈനൽ ആൻഡ് 4th ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഡോറുകളുടെയൊക്കെ പാറ്റേൺ സെയിം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ബെഡ്റൂമിലേക്ക് കടന്നു വരുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ചുറ്റിനും നിറയെ വിൻഡോസ് ഒക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ എയർ സർക്കുലേഷൻ ഇവിടെ പോസിബിൾ ആക്കിയിട്ടുണ്ട്. ഈ ഒരു കോർണർ ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വാർഡ്രോബുകൾ വരുന്നത്. നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെയുള്ള നല്ല ഫെസിലിറ്റിയോട് കൂടിയിട്ട് തന്നെയാണ് ആ ഒരു വാർഡ്രോബ് അവരവിടെ കൊടുത്തിരിക്കുന്നത്. മുകളിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാം റൂഫിലൊക്കെ അത്യാവശ്യത്തിനുള്ള വർക്കുകളൊക്കെ കൊടുത്തിട്ടാണ് LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ തന്നെ അവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് നമ്മുടെ ബാത്റൂം വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം സെയിം കളർ കോമ്പിനേഷൻസ് ഉള്ള ടൈലുകളൊക്കെ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീട്ടിൽ 4 ബെഡ്റൂമുകളാണ് ഉണ്ടായിരുന്നതെന്ന് ഞാൻ പറഞ്ഞു. 4 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മൾ വീണ്ടും തിരിച്ചിവിടുത്തെ ഒരു ഹാളിൽ വന്നിരിക്കുകയാണ്. ഈ ഒരു ഹാളിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഓൾറെഡി സ്റ്റെപ്പ് കയറി വരുന്ന ഭാഗത്ത് ഞാൻ പറഞ്ഞു കുറച്ച് ഓപ്പണിങ്സ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഈ ഭാഗത്ത് 2 സൈഡിലുമായിട്ടും ടോട്ടൽ 6 വിൻഡോസ് കൊടുത്തിട്ടാണ് ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് വെളിച്ചം കിട്ടുന്നത്. നല്ല രീതിയിൽ തന്നെ വലിയൊരു ഹാളാണെങ്കിൽ പോലും അതിനനുസൃതമായിട്ട് തന്നെയുള്ള ഓപ്പണിങ്സ് തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ഇറങ്ങുന്ന ഡോർ വരുന്നത് ഇവിടുത്തെ ബാൽക്കണി സ്പേസിലേക്കാണ്. നല്ല വലിയൊരു സ്പേസ് തന്നെയാണ് നമുക്ക് ഇവിടുത്തെ ബാൽക്കണിയിൽ കിട്ടുന്നത്.
ബാൽക്കണിയുടെ ഈ ഒരു പില്ലർ രണ്ടും വന്നിട്ട് താഴെ നിന്നുള്ള ആ ക്ലാഡിംഗ് സ്റ്റോൺസിൻ്റെ കണ്ടിന്യൂഷനാണ് വരുന്നത്. ഇവിടെ ഫുള്ള് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്തെല്ലാം തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഫുള്ളായിട്ട് ടഫിൻ്റെ ഗ്ലാസ് ഇട്ടിട്ട് നല്ല സേഫ് ആയിട്ടാണ് അവർ കവർ ചെയ്തിരിക്കുന്നത്. റൂഫിലൊന്നും പ്രത്യേകിച്ച് വർക്കുകൾ കൊടുത്തിട്ടില്ല, പക്ഷേ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള 2 സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനെ സറൗണ്ടിങ് ഏരിയാസ് നോക്കിയാൽ കാണാം. നിങ്ങൾക്ക് ഞാൻ കളമശ്ശേരി മെഡിക്കൽ കോളേജിൻ്റെ ആ ഒരു ബാക്ക് സൈഡിലേക്കുള്ള വ്യൂ കാണിച്ചു തരാം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ആ കാണുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജാണ്. കുറച്ച് ഹൈറ്റിലായിട്ട് പൊങ്ങി നിൽക്കുന്ന ആ കാണുന്ന വലിയ ബിൽഡിങ്ങുകളെല്ലാം തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ക്യാൻസർ സെൻ്ററിൻ്റെയൊക്കെ ബാക്ക് സൈഡുകളായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഏകദേശം കളമശ്ശേരിയുടെ ബാക്ക് സൈഡായിട്ടും ഇൻഫോ പാർക്കിനോട് വളരെ അടുത്തുമൊക്കെ ആയിട്ടാണ് ഈ കാണുന്ന വില്ലകൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനകത്ത് പല ബഡ്ജറ്റിലുള്ള വീടുകൾ കിടക്കുന്നുണ്ട്. നമ്മൾ ഇന്നിപ്പോൾ ഈ ഒരു വീട് മാത്രം ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അതുകൂടാതെ ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് ഇതിനും കുറച്ചും കൂടെ കൂടിയ ലാൻഡ് അളവിലും ബഡ്ജറ്റിലൊക്കെ വീടുകൾ വേണമെന്നുണ്ടെങ്കിൽ അതിനും നിങ്ങൾ തീർച്ചയായിട്ടും മാർബിൾ ഹോംസിൽ വിളിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെട്ട ഈ ഒരു വീട് ഇൻഫോ പാർക്കിൽ നിന്നും കാക്കനാട് കളക്ട്രേറ്റ് ഭാഗങ്ങളിൽ നിന്നൊക്കെ 8 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. ലുലു മാളിലേക്കും 8 കിലോമീറ്ററേ വരുന്നുള്ളൂ. എയർപോർട്ടിലേക്ക് നമുക്ക് വെറും 19 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ എയർപോർട്ടിലേക്ക് എത്താവുന്നതാണ്. ഈ കാണുന്ന ലാൻഡ് സ്ഥിതി ചെയ്യുന്നത് 5.1 സെൻറ്റിലാണ്. 5,100 ഇതിൻ്റെ ലാൻഡ് അളവ് വരുന്നത്. 2,300 ആണ് ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത്. 4 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. 2 വലിയ കാർ പാർക്കിംഗ് സ്പേസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. വെൽ വാട്ടർ ആൻഡ് ഓൾസോ നമുക്ക് KW വാട്ടർ ഫെസിലിറ്റി കൂടി ഇവിടെ അവൈലബിൾ ആണ്. ഈ കാണുന്ന മനോഹരമായ വീടിന് ഉദ്ദേശിക്കുന്ന റേറ്റ് 1 CR ആണ്. 1 കോടി രൂപ എന്നുള്ള ഇതിൻ്റെ പ്രൈസ് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഈ വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് മാർബിൾ ഹോംസിലേക്ക് വിളിച്ചോളൂ. അടുത്ത ഭംഗിയുള്ള വീടിൻ്റെ വിശേഷങ്ങളുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.